ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ ആകെ അപ്സെറ്റായി ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തിൽ കിടന്ന്. യേശു നമ്മുടെ കൂടെയുണ്ട്. നീ എന്തിനു ഭയപ്പെടുന്നു ചോദിക്കുന്നത്? നിനക്ക് വിശ്വാസമില്ലേ? എല്ലാത്തിൻ്റെയും മേൽ ശക്തിയുള്ള ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം, ആകുലപ്പെടണം? ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ 10 അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇനി ഈശോ പ്രവർത്തിച്ച 11ാമത്തെ അത്ഭുതമാണ് നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമ്മളിത് കാണുക. ശവമഞ്ചത്തിൽ കിടക്കുന്ന യുവാവ്, കരഞ്ഞുകൊണ്ട് വരുന്ന ആ യുവാവിൻ്റെ അമ്മ. തിരുവചനം പറയുന്നു, അവളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നിയെന്ന്. ആ വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. മനസ്സലിവ് തോന്നുന്ന ഈശോ. നമുക്കൊക്കെ അനുകരിക്കേണ്ട ഒരു മാതൃകയാണത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ കഠിന ഹൃദയരാകരുത്, മനസ്സലിവുണ്ടാകണം. ചിലരെ കുറിച്ചൊക്കെ പറയില്ലേ, കണ്ണിൽ ചോരയില്ല എന്നൊക്കെ. അങ്ങനെ പറയാൻ ഇടവരരുത് നമ്മളെക്കുറിച്ച്. അവളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നി. ശവമഞ്ചത്തിൽ തൊട്ട് അവിടെ നിർത്തി, പ്രൊസഷൻ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ഈശോ മരിച്ചു കിടക്കുന്ന യുവാവിനോട് പറയാണ്, എഴുന്നേൽക്ക്. ഉടനെ ആ യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. കണ്ടോ? മരിച്ചു കിടക്കുന്ന വ്യക്തി ഇതാ ജീവനുള്ളവനായി മാറി, സംസാരിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി രോഗശാന്തി കൊടുക്കുന്ന ശക്തി മാത്രമല്ല, പിശാചുക്കളെ പുറത്താക്കുന്ന ശക്തി മാത്രമല്ല, ജീവൻ കൊടുക്കുന്ന ശക്തി കൂടിയാണ് കർത്താവിൻ്റെ ശക്തി. ആ വലിയ ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവൻ ദൈവം തന്നിട്ടുള്ള ദാനമാണ്. നിങ്ങളുടെ ജീവൻ ദൈവം തന്നിട്ടുള്ള ദാനമാണ്. അതൊന്നും തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല. ദൈവം തന്ന ദാനം മാത്രമാണത്. ജീവൻ നമ്മുടേതൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ശവമഞ്ചത്തിൽ തൊട്ട് യുവാവിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞ ഈശോ വലിയൊരു ചിന്തയിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, വീട്ടിൽ ബാലികയെ ഉയർപ്പിക്കുന്ന യേശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. റോട്ടിലെ യുവാവിനെ ഉയർപ്പിക്കുന്നു. അവസാനം കല്ലറയിൽ ലാസറിനെ ഉയർപ്പിക്കുന്നു. അവസാനം ഈശോ ഉത്ഥാനം ചെയ്യുന്നു 3-ാം നാൾ. യേശുവിൻ്റെ ഉത്ഥാന രഹസ്യത്തിലേക്ക് മനുഷ്യ മനസ്സ് ഒരുക്കുകയാണ്. ഓരോ ഈ ജീവൻ നൽകിക്കൊണ്ട് പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തു, യുവാവിന് ജീവൻ കൊടുത്തു, ലാസറിന് ജീവൻ കൊടുത്തു. അവസാനം ഈശോ ഉയർത്തെഴുന്നേറ്റു. അല്ലെങ്കിൽ ഈശോയുടെ ഉയർപ്പ് മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായേനെ ശിഷ്യന്മാർക്ക്. അതുകൊണ്ട് അവർ ശിഷ്യന്മാരുടെ മനസ്സ് ഒരുക്കുകയായിരുന്നു. വലിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് യുവാവിനെ റോട്ടിൽ വെച്ച് ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ ഈ വലിയ അത്ഭുതം ജീവൻ്റെ ദാതാവാണ് ദൈവം എന്നുള്ള വലിയ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. ജീവനെ ഹനിക്കുന്ന ഗർഭചിത്രമോ ആത്മഹത്യയോ കൊലപാതകമോ എന്തെങ്കിലും ആവട്ടെ, ഒന്നിനും നമുക്ക് അവകാശമില്ല. കാരണം ജീവൻ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നമുക്കുണ്ടാകണം. ഈ തിരുവചനഭാഗം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഈശോ പ്രവർത്തിച്ച 12ാമത്തെ അത്ഭുതം ഇതാ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെട്ടപ്പോൾ ഈശോ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവനെ തട്ടി ഉണർത്തി, ഇതേ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ എന്തെങ്കിലും കിടന്ന് ഉറങ്ങുന്നേ? ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വെർ ഇസ് യുവർ ഫെയ്ത്ത്? വെർ ഇസ് യുവർ ഫെയ്ത്ത്? ആ ഒരു ചോദ്യം ഭയങ്കര ചോദ്യം, കൊടുങ്കാറ്റിനേക്കാളും ശക്തിയുള്ള ചോദ്യമാണത്. ഇത്ര നാൾ എൻ്റെ കൂടെ നടന്നിട്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കുന്നു, ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് എന്നിട്ട് നിങ്ങൾ ഈ ചെറിയൊരു കൊടുങ്കാറ്റ് വന്നപ്പോൾ ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഭയപ്പെട്ട? വെർ ഇസ് യുവർ ഫെയ്ത്ത്? ആ ചോദ്യം ഇന്ന് എന്നോട് നിങ്ങളോട് ഈശോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ ആകെ അപ്സെറ്റായി ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തിൽ കിടന്ന്.
യേശു നമ്മുടെ കൂടെയുണ്ട്. നീ എന്തിന് ഭയപ്പെടുന്നു എന്ന് ചോദിക്കുന്നത്? നിനക്ക് വിശ്വാസമില്ലേ? എല്ലാത്തിൻ്റെയും മേൽ ശക്തിയുള്ള ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ നീ എന്തിന് ഭയപ്പെടണം, ആകുലപ്പെടണം? അങ്ങനെ ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ മേലൊക്കെ അധികാരമുള്ളവനാണ്, ആധിപത്യമുള്ളവനാണ് ഈശോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആകുലപ്പെടാതെ, ഉത്കണ്ഠ കൂടാതെ, ഭയപ്പെടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, നമ്മുടെ ജീവിത നൗക മുന്നോട്ട് നയിക്കാനായിട്ട്, തുഴയാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. യേശുവിൻ്റെ സാമീപ്യമാണ് നമുക്ക് ശക്തി പകരുക എന്നുള്ള തിരിച്ചറിവ് മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഈശോ പ്രവർത്തിച്ച 13ാമത്തെ അത്ഭുതമാണ് വീണ്ടും പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ഗെരസേനരുടെ നാട്ടിൽ ഈശോ വന്നപ്പോൾ അവിടെ ഒരു പിശാചു ബാധിതൻ ഇതാ കടന്നു വരുന്നു. അവനെക്കുറിച്ച് വിവരണം പറയുന്നുണ്ട്. എന്താണെന്നറിയാം വിവരണം? അവൻ വസ്ത്രം ധരിക്കാറില്ല, സുബോധമില്ല, ശവക്കല്ലറുകളിൽ കിടക്കുന്ന മനുഷ്യൻ. ഈശോ അവനിൽ നിന്നും പിശാചിനെ ആട്ടിപ്പായിക്കുന്നു. തിരുവചനം വീണ്ടും പറയുന്നു, പിശാച് പുറത്തു പോയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു, സുബോധത്തോടെ അവിടെ യേശുവിൻ്റെ അരികിലായിരുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ വസ്ത്രധാരണത്തിൽ ഫാഷൻ മൂത്ത് വസ്ത്രധാരണത്തിൽ വസ്ത്രം കുറച്ച് കൊണ്ടുവരുന്നത് ഈ പിശാച് അകത്ത് കയറുന്നതുകൊണ്ടാണോ എന്ന് ചിലപ്പോൾ സംശയിക്കാറുണ്ട്. നമ്മൾ മാന്യമായ വസ്ത്രധാരണം അത് സുബോധമുള്ളവരുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് പിശാച് പോയി സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ മാന്യമായി വസ്ത്രധാരണം നടത്തി യേശുവിൻ്റെ അരികിൽ സുബോധത്തോടെ ആയിരുന്നു എന്ന് പറയുന്നത്. ഇനിയും ഈശോ അവനോട് എന്താ പറയുന്നറിയാവോ? നീ ചെല്ല്, നീ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക. അവൻ പോയി നാടെങ്ങും യേശു ചെയ്ത ഈ വലിയ അത്ഭുതത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. പിശാച് നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുക. അപ്പോൾ പിശാചിനെ പുറത്താക്കി യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. ഈശോ പ്രവർത്തിച്ച 14ാമത്തെ അത്ഭുതമാണ് രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ഈശോ ജനക്കൂട്ടത്തിൽ പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, അവള് കുറെ ചികിത്സിച്ച് രോഗം മാറാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അവൾ ഉള്ളിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവള് ആ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയും ഉടനെ തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പക്ഷെ ആർക്കൊന്നും അറിയില്ല. പക്ഷെ ഈശോയ്ക്ക് അറിയാം. ഈശോയിൽ നിന്നും ശക്തി പുറത്തേക്ക് പോയത് കർത്താവിന് മനസ്സിലായി. ശക്തി ഇതാ, യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു, ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഉടനെ ഈശോ ചോദിക്കുകയാണ്, ആരാണ് എന്നിൽ നിന്നും ഇപ്പോൾ സൗഖ്യം നേടിയത്? നമുക്കറിയാം, രക്തസ്രാവ രോഗം പരസ്യമായിട്ട് പറയാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അവളിങ്ങനെ കുറച്ച് മടിച്ചൊക്കെ നിന്നു. പക്ഷേ അവള് ഇതാ യേശുവിൻ്റെ കാൽക്കൽ വീണ് തനിക്ക് സംഭവിച്ച എന്താണെന്നും താൻ വിശ്വാസത്തോടെ എങ്ങനെ അവിടുത്തെ വസ്ത്രത്തിന് വിളിമ്പിൽ സ്പർശിച്ചെന്നും പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ഒരു വചനം, ഈ ഒരു തിരുവചനം നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കണം. മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ ഉറച്ച വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ സ്പർശിക്കാൻ തീരുമാനമെടുത്ത അവളുടെ വിശ്വാസത്തിന് കർത്താവ് നൽകിയ സമ്മാനമാണ് രോഗസൗഖ്യം. എനിക്ക് നിങ്ങൾക്കും ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ കൃപ, അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. ആ ഒരു വലിയ സത്യമാണ് ഈ ഒരു അത്ഭുതം നമ്മെ പഠിപ്പിക്കുക.
ഈശോ പ്രവർത്തിച്ച 15ാമത്തെ അത്ഭുതമാണ് ജായിറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40, 42, പിന്നെ 49 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. സിനഗോഗ് അധികാരിയായ ജായിറോസ് തൻ്റെ മകൾ മരിക്കാൻ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈശോ വന്ന് അവളെ സുഖപ്പെടുത്താനായിട്ട്, സൗഖ്യം കൊടുക്കാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പോണ വഴിയിലാണ് ആ ജായിറോസിൻ്റെ ഭൃത്യന്മാർ വന്ന് പറയുന്നത്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, പെൺകുട്ടി മരിച്ചു കഴിഞ്ഞു. 12 വയസ്സ് പ്രായമുള്ള ജായിറോസിൻ്റെ മകൾ മരിച്ചു, ഇനി എന്തിനാ വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈശോ പറഞ്ഞു, സാരമില്ല, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങാണെന്ന് പറഞ്ഞു. ഈശോ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആൾക്കാരൊക്കെ ഈശോയെ കളിയാക്കാൻ തുടങ്ങി. മരിച്ച ഒരു പെൺകുട്ടി ഉറങ്ങാണെന്ന് പറഞ്ഞ് ഉണർത്താൻ വന്നിരിക്കുന്നു. പക്ഷെ ഈശോ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികെ എഴുന്നേൽക്കൂ. മരിച്ചു കിടന്ന കുട്ടി എഴുന്നേറ്റു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈശോയുടെ ഉത്ഥാനത്തിലേക്ക് ശിഷ്യന്മാരുടെ മനസ്സിനെ ഒരുക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായത്. വീട്ടിൽ പെൺകുട്ടിയെ ഉയർപ്പിക്കുന്നു, പിന്നെയാണ് റോട്ടിൽ യുവാവിനെ ഉയർപ്പിക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു കല്ലറയിൽ, പിന്നെ ഈശോ 3-ാം നാൾ ഉത്ഥാനം ചെയ്യുന്നു. അതിൽ ഇതാ മനുഷ്യ മനസ്സിനെ ഒരുക്കാനായിട്ട്, ശിഷ്യന്മാരുടെ മനസ്സിനെ ഒരുക്കാനായിട്ട് വീട്ടിൽ 12 വയസ്സുള്ള പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന അത്ഭുതമാണ് നമ്മൾ കാണുക. ഞാനിവിടെ വേറൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോ പെൺകുട്ടിയെ കൈക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കു ബാലിക എന്ന് പറഞ്ഞ് ഉയർപ്പിച്ചു. നല്ല കാര്യം, വലിയൊരു അത്ഭുതം. ഈശോയുടെ ജീവൻ്റെ ദാതാവാണല്ലോ ദൈവം, ജീവൻ പരിപാലിക്കുന്ന ദൈവം തന്നെയാണ്. ആ ദൈവം പുത്രനായ ഈശോ അവളുടെ കൈക്ക് പിടിച്ച് ഉയർപ്പിച്ചു. ഓക്കെ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈശോ പറഞ്ഞു, ഉടനടി ഈശോ പറഞ്ഞൊരു കാര്യം, അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്ക്. അഗൈൻ ഐ സീ ഹ്യൂമൻ കൺസേൺ ഓഫ് ജീസസ്. ജീവൻ കൊടുത്ത പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാർക്ക് അറിയാവുന്നില്ലല്ലോ, പിന്നെ കൊടുത്തോളില്ലേ. ഈശോ അതല്ല, ഉയർപ്പിച്ച ഉടനെ തന്നെ അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്ക്. ഇതാണ് യേശുവിൻ്റെ മനോഭാവം. ഞാൻ ഓർക്കുന്നു, ഞാൻ കൊച്ചച്ഛനായിരുന്ന കാലത്തൊരു പള്ളിയിൽ, അവിടെ പ്രായമായൊരു അമ്മച്ചിക്ക് ഓപ്പറേഷൻ മുടക്കാൻ ചെന്നു, രോഗീലേപനം കൊടുക്കാൻ ചെന്നു. രോഗീലേപനം കൊടുത്തുകൊണ്ടിരിക്കില്ലേ, മരിക്കാൻ പോവാണ് ആള്, മരണാസന്നെ, വളരെ നിയറിങ് ഡെത്ത്, ആ അവസ്ഥയിൽ നിൽക്കുന്നത്. അതിനിടയിൽ ഈ അമ്മാമ്മ എന്തോ അങ്ങനെ പെറുപെറുന്ന് മരുമോളോട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു, എന്താ പറയുക, അച്ഛന് ചായ കൊടുക്കുന്നു, അച്ഛന് ചായ കൊടുക്കാൻ. ഞാൻ ആലോചിക്കണം, എങ്ങനെയാ സ്ത്രീക്ക് ആ നേരത്ത് ആ ഒരു ചിന്ത വരണേ? മരിക്കാൻ പോണ ഒരാൾ അച്ഛന് ചായ കൊടുക്കാനായിട്ട് മരുമോളോട് പറയണമെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലേക്ക്, ആ ഒരു തോട്ട് വരണമെങ്കിൽ, ദാറ്റ്സ് ഹ്യൂമൻ കൺസേൺ ഷീ പ്രാക്ടീസ് ഇൻ ഹർ ലൈഫ്. ആ ജീവിതത്തിലുടനീളം മാനുഷിക പരിഗണന, മറ്റൊരു പരിഗണന. ആ ഉയർപ്പിച്ച പെൺകുട്ടിക്ക് ഉടനെ അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക, ആഹാരം കൊടുക്കുമെന്ന് പറയുന്ന യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് കൂടി ഞാൻ നമ്മുടെ മനസ്സിനത് കൊണ്ടുവരികയാണ്. നമുക്ക് സ്വന്തമാക്കാനായിട്ടുള്ളൊരു നല്ല മനോഭാവം കൂടിയാണ് എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ അത്ഭുതം, അതായത് മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കുന്നു, രോഗശാന്തിയല്ല, അത് നമ്മുടെ കണ്ണു തുറപ്പിക്കണം. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി. ബാലിക എഴുന്നേൽക്കുന്നു പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ആൾ എഴുന്നേൽക്കുകയാണ്. ഈശോ പ്രവർത്തിച്ച 16ാമത്തെ അത്ഭുതമാണ് അന്ധർക്ക് കാഴ്ച നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമ്മളത് കാണുക. 2 കുരുടന്മാർ ഈശോയുടെ അരികിൽ വന്ന് അവർക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ. ഉടനെ ഈശോ അവർക്ക് കാഴ്ച നൽകുന്നു, രോഗശാന്തി നൽകുന്നു. ഇവിടെ 2 ചിന്തകളെ ഞാൻ കൊണ്ടുവരികയാണ്. അവർക്ക് കാഴ്ചയില്ല, കണ്ണ് കണ്ടുകൂടാ, പക്ഷെ അവർക്ക് ചെവി കേൾക്കാം, അവർക്ക് സംസാരിക്കാം. ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ
ദൈവം നൽകിയ കഴിവുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹം നേടിയെടുക്കുകയാണ്. എനിക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഈശോ ചോദിച്ചത് അവർ കാതുകൊണ്ട് ചെവി കൊണ്ട് കേട്ടു. കണ്ടോ, ആ കേൾവി ശക്തി അവർ ഉപയോഗിച്ചു. അതിന് മറുപടി അധരം കൊണ്ട് പറഞ്ഞു. ആ സംസാരശേഷി അവർ ഉപയോഗിച്ചു. നമ്മൾ പലപ്പോഴും പോരായ്മകളെ കുറിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ദൈവം തന്നിട്ടുള്ള കഴിവുകളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അതിന് നന്ദി പറയുന്നില്ല, ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ ദൈവം തന്ന കഴിവുകൾ, കേൾക്കാനുള്ള കഴിവ് കിട്ടി, സംസാരിക്കാനുള്ള കഴിവ് കിട്ടി, കാണാനുള്ള കഴിവില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് നിരാശയിലിരിക്കുകയല്ല. ഈ 2 കഴിവുകൾ ഉപയോഗിക്കുക. എന്നിട്ട് കർത്താവിൻ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് മറ്റു കഴിവുകൾ കർത്താവ് തരും. ഡോണ്ട് ബി പെസിമിസ്റ്റിക്, അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പാടില്ല ഒരിക്കലും. എന്തെല്ലാം പോരായ്മകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന പോസിറ്റീവ്സ് കാണാം. എപ്പോഴും പോസിറ്റീവായിട്ട് കാണാനും ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ ജീവിതം വിജയിക്കും. ആ കുരുടന്മാർ അവർ പറയാണ്, എനിക്ക് കണ്ണ് കണ്ടുകൂടാ, ഞാൻ എന്തിനു ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിങ്ങനെ ഇവരുടെ അടുത്ത് ഇരിക്കാനും ഇരിക്കുക. അവർക്ക് ഈ ദൈവാനുഗ്രഹം ലഭിക്കുമായിരുന്നില്ല. അവർ കർത്താവിൻ്റെ വചനം കേട്ടു കാതുകൊണ്ട്. നീ അത് വിശ്വസിക്കുന്നവോ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഈശോയുടെ ചോദ്യം കേട്ടു. അവർ ദൈവം നൽകിയ സംസാരശേഷി ഉപയോഗിച്ച് അതിന് മറുപടി കൊടുത്തു, ഊവ് കർത്താവേ. ഉടനെ ഇതാ കുരുടന്മാർക്ക് കാഴ്ചയും കിട്ടി. നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് അവരാധിപ്പെടാതെ ഉള്ള കഴിവുകൾ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുകയും ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ അനുദിനം ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ വലിയ അത്ഭുതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോ പ്രവർത്തിച്ച 17ാമത്തെ അത്ഭുതമാണ് ഊമനെ സുഖപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ഒരു പിശാചു ബാധിതനായ ഊമനെ ഈശോ സുഖപ്പെടുത്തുന്നു. ആ പിശാചിനെ ഒഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഊമൻ സംസാരിക്കാൻ തുടങ്ങി. ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തവന്. അപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത്? കൂടെ നിൽക്കുന്നവരൊക്കെ സന്തോഷിക്കണം. പക്ഷേ നമ്മളിവിടെ കാണുന്നത് അവർ യേശുവിനെ വിമർശിക്കുകയാണ്. ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്. കണ്ടോ, നന്മ കാണാനും അതിൽ സന്തോഷിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ല മനസ്സുകൾ തയ്യാറാകുന്നത്. അതിൽ തിന്മ കാണാനും അത് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനാണ്. നമുക്കൊരിക്കലും ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവർക്ക് നന്മ ദൈവം കൊടുക്കുകയാണെങ്കിൽ അത് സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കിരുകിരിപ്പ് ഉണ്ടാകരുത്, അസ്വസ്ഥത ഉണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്. ഒരിക്കലും നന്മയെ നിരുത്സാഹപ്പെടുത്തുന്ന ആകരുത് നമ്മൾ. ഊമൻ സുഖപ്പെട്ട് സന്തോഷിക്കുന്നതിന് പകരം കണ്ടോ, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കൾ ബഹിഷ്കരിക്കുന്നത്. അവിടെ നെഗറ്റീവ് കണ്ടെത്തി, നെഗറ്റീവാണ് പറയുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവം നൽകിയ ഈ വലിയ അത്ഭുതം, ഊമനെ സുഖപ്പെടുത്തുന്ന അത്ഭുതം, അതിന് നമുക്ക് സഹായകമാകട്ടെ. ഈശോ പ്രവർത്തിച്ച 18ാമത്തെ അത്ഭുതം ബെത്സദയിലെ രോഗശാന്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗത്ത് ഈ രോഗശാന്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗം. 38 വർഷമായി തളർവാദ രോഗം ബാധിച്ച ആ തളർവാദ രോഗി അവർ കിടക്കുകയാണ്. അവിടെ അത്ഭുത ശക്തിയുള്ള കുളം, വെള്ളം ഇളകിക്കഴിഞ്ഞ് ആദ്യം ആരാണ് ഇറങ്ങുന്നത് അവൻ സൗഖ്യം പ്രാപിക്കും. അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം. 38 വർഷമായി തളർവാദ രോഗം ബാധിച്ച ഈ വ്യക്തി അവിടെ കിടക്കുന്നുണ്ട് അടുത്ത്. പക്ഷേ വെള്ളം ഇളകുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഇറങ്ങും, സുഖപ്പെടും, പോവും. അപ്പോൾ ഇവൻ്റെ ചാൻസ് പോയി. അങ്ങനെ പ്രതീക്ഷയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ അവനോട് ചോദിച്ചു, നിനക്ക് താല്പര്യമുണ്ടോ സുഖം പ്രാപിക്കാനായിട്ട്? തീർച്ചയായിട്ടും. വെള്ളം ഇളകുമ്പോൾ ആരും എന്നെ അങ്ങോട്ട് എടുത്ത് ഇറക്കാനില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല.
എനിക്ക് തന്നെയാണെങ്കിൽ ഇഴുകി അങ്ങോട്ട് പോകാൻ പറ്റുന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ലതാ. സ്വയമായിട്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് സഹായിക്കാൻ വേറൊരാൾ വരുന്നത്, ഈശോ. മറക്കരുത്. ഈശോ പറഞ്ഞു, നിനക്ക് തന്നെ കൂട്ടിയാൽ കൂടില്ല അല്ലേ? വെള്ളം ഇളകുമ്പോൾ നിന്നെ ഇറക്കാൻ വേറെ ആരും വരുന്നില്ല അല്ലേ? എന്നാൽ ഞാൻ നിന്നോട് പറയണ, നീ കിടക്കണ കിടക്കി എടുത്ത് നീ നടന്നു പോക്കോ. അതാണ് യേശുവിൻ്റെ അപ്രോച്ച്. നിനക്ക് നിന്നിൽ തന്നെ കഴിവില്ലാതെ വരുമ്പോൾ, നിന്നെ സഹായിക്കാൻ വേറെ ആരില്ലാതെ വരുമ്പോൾ, അവിടെയുണ്ട് ഈശോ നിന്നെ സഹായിക്കാൻ. ഈ ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. തളരരുത്, തളരരുത്. തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് പോവുക. അവൻ കിടക്കി എടുത്തു, അനുസരിച്ച് പോവാണ്. 38 വർഷമായിട്ട് തളർവാദ രോഗം ബാധിച്ചു കിടക്കുന്ന ഒരു വ്യക്തി. അപ്പോഴുണ്ട് യഹൂദന്മാർ വന്ന്, ഇന്ന് സാബത്താണ്, കിടക്കിയെടുത്ത് നടക്കാൻ അനുവദിച്ചിട്ടില്ല. അവൻ പറഞ്ഞ, എന്നെ ഈ സൗഖ്യം തന്ന ആള്, 38 വർഷമായി കിടക്കാൻ എണീക്കാൻ പറ്റാതെ കിടന്നിരുന്ന എന്നെ ഒരു നിമിഷം കൊണ്ട് സുഖപ്പെടുത്തിയ ഈശോ പറഞ്ഞു കിടക്കിയെടുത്ത് നടക്കാൻ. ഞാൻ കിടക്കിയെടുത്ത് നടക്കുന്ന. പിന്നെ ഇവനെ വേറൊരു അവസരത്തിൽ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു ഇവനോട്, മേലിൽ നീ പാപം ചെയ്യരുത്. മേലിൽ ഇതിനേക്കാളും നെഗറ്റീവ് സംഭവിക്കാതെ നീ പാപം ചെയ്യരുത്. യേശു കഴിവുകൾ നൽകുമ്പോൾ, അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തിരിച്ച് വീണ്ടും പിശാചിൻ്റെ പാതയിലേക്ക് പോകരുത്, പാപമാർഗങ്ങളിലേക്ക് തിരിച്ചു പോകരുത്. നമ്മൾ യേശുവിനെ സ്തുതിച്ചുകൊണ്ടും യേശുവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും മുന്നോട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് കർത്താവ് നമുക്ക് രോഗശാന്തി തരുന്നത്, ആരോഗ്യം തരുന്നത്, അനുഗ്രഹങ്ങൾ തരുന്നത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. പാപത്തിലേക്ക് തിരിച്ചു പോകരുതെന്നുള്ളൊരു വാണിംഗും കൂടി അവർ കൊടുക്കുന്നുണ്ട് പിന്നീട്. അത് നമ്മളൊന്ന് ഓർക്കുന്ന നല്ലതാ, നമ്മൾ ശ്രദ്ധിക്കണം. പാപത്തോട് വിട പറഞ്ഞ് യേശു നൽകുന്ന ആരോഗ്യം യേശുവിന് വേണ്ടി പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോ പ്രവർത്തിച്ച 19ാമത്തെ അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. വലിയ ജനക്കൂട്ടാണ് ഈശോയുടെ ചുറ്റും. ഈശോ ഇവരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, ശിഷ്യന്മാരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, ഇവർക്കൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് അന്ത്രയോസ് എന്ന് പറയുന്നുണ്ട്, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടിയുണ്ട്. പക്ഷേ ഈ പുരുഷാരത്തിന് ഇതുകൊണ്ട് എന്താവാനാ? 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയണ്ട. ഈശോ പറഞ്ഞാൽ കൊണ്ട 5 അപ്പവും 2 മത്സ്യവും കൊണ്ടുവന്ന് ഈശോ ആശീർവദിച്ച് ഇവരൊക്കെ പന്തികളായിട്ട് ഇരുത്താൻ പറഞ്ഞ് ഇതാണ് വിതരണം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചതിന് ശേഷം 12 കുട്ട നിറയെ അപ്പം ബാലൻസ് വന്നു എന്നാണ് പറയുന്നത്. 5 അപ്പം 5000 പുരുഷന്മാരുടെ കാര്യം പറയുന്നില്ലല്ലോ. ഒരപ്പം 1000 പേർക്ക് വെച്ച് മിനിമം. അതിൽ കൂടി ജനാവലിയുണ്ട്. എൻ്റെ ഏകദേശം കണക്ക് പറഞ്ഞതാ. ഇത്രയേറെ ആളുകളെ തീറ്റിപ്പോറ്റുന്ന, അപ്പം വർദ്ധിപ്പിക്കുന്ന വലിയ അത്ഭുതമാണ് ഈശോയുടെ പ്രവർത്തിച്ചത്. ഞാൻ പറയും, ഇതൊരു ഹിൻ്റാണ്, സൂചന മാത്രമാണ്. ഒടുവിലത്തെ അത്താഴവേളയിൽ അപ്പം തൻ്റെ ശരീരമാക്കി മാറ്റി ലോകാവസാനം വരെ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും തൻ്റെ ശരീരം പകുത്തു കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതത്തിന് നാന്ദിയായിട്ടുള്ള ഒരു ചെറിയ അത്ഭുതമാണ് ഈ അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം. കാരണം ഇവിടെ കുറച്ച് പേരുള്ളൂ, ഒരു 5000 പേരാ എന്തായാലും ഇവിടെ കണക്കിൽ പറയുന്നത്. ബാക്കി എത്രയും നമുക്കറിയത്തില്ല. പക്ഷെ ലോകാവസാനം വരെ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അപ്പത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ശരീരം പകുത്തു കൊടുക്കുന്ന വലിയ അത്ഭുതം, അതിനൊരു നാന്ദിയായിട്ടാണ് ഈശോ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്കിന്ന് നോക്കിക്കാണാൻ സാധിക്കുക. ഈശോ പ്രവർത്തിച്ച 20ാമത്തെ അത്ഭുതമാണ് വെള്ളത്തിനു മീതെ നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ശിഷ്യന്മാര്
വള്ളം തുഴഞ്ഞു പോകുന്നു. ഈശോ അതിൽ കയറിയിട്ടില്ല വള്ളത്തിൽ. നേരെ ഇരുട്ടി തുടങ്ങി, ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങി, കടൽ ക്ഷോഭിക്കുന്നു. ഇവർ നോക്കിയപ്പോൾ ഈശോ ഇതാ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്നു. വെള്ളത്തിൽ ചവിട്ടുമ്പോൾ താഴേക്ക് പോകുന്നില്ല, വെള്ളത്തിന് മീതെ നടക്കുന്നു വരുന്ന ഈശോ. ഈശോയെ അവരുടെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചെന്ന് പറയുന്നു. തിരുവചനം പറയുന്നു, ഉടനെ വള്ളം ഇതാ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. വെള്ളത്തിനു മീതെ നടക്കുന്ന ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ്, ആധിപത്യമുള്ളവനാണ് ഈശോ. ഇപ്പം നമ്മൾ കാറ്റ് കാണുമ്പോൾ പേടിക്കണ്ട, കോള് കാണുമ്പോൾ പേടിക്കണ്ട, എന്ത് പ്രകൃതിക്ഷോഭങ്ങൾ വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം ഈശോ നമ്മോടൊപ്പമുണ്ട്. ഇതിൻ്റെ മേലൊക്കെ കൺട്രോളുണ്ട് ഈശോയ്ക്ക്. പ്രപഞ്ച ശക്തിയുടെ മേൽ ആധിപത്യമുള്ളവനാണ് നമ്മുടെ ഈശോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വെള്ളത്തിന് മീതെ നടന്നു വരുന്ന ഈശോ ഭയപ്പെടേണ്ട. ഇനി ഈശോയെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു മനസ്സിൽ. വള്ളം പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി. നമ്മളൊക്കെ നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ ഈശോയെ കയറ്റാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ലക്ഷ്യസ്ഥാനത്തെത്തുക. വേഗം ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. യേശുവിനെ നമ്മുടെ ഉള്ളിലാക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അവർക്ക് ആഗ്രഹം വന്നു, ലക്ഷ്യസ്ഥാനത്തെത്തി. യേശുവിനെ ഉള്ളിലാക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാനും ലക്ഷ്യസ്ഥാനത്തെത്താനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവനാണ് നമ്മെ നയിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന യേശു എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ. നമ്മളിപ്പോൾ ഇതാ 37 അത്ഭുതങ്ങളിൽ, ഈശോ പ്രവർത്തിച്ച 37 അത്ഭുതങ്ങളിൽ ആദ്യം 10 അത്ഭുതങ്ങളെക്കുറിച്ച് കണ്ടു, വീണ്ടും 10 അത്ഭുതങ്ങളെക്കുറിച്ച് കണ്ടു. അങ്ങനെ 20 അത്ഭുതങ്ങളെ നമ്മൾ നോക്കി കാണുകയുണ്ടായി. ബാക്കിയുള്ള അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് മറ്റൊരവസരത്തിൽ കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.